ഉത്തരാഖണ്ഡിൽ ഇനി മുഗൾ ഭരണകാലഘട്ടം ഓർമ്മകളിൽ നിന്നും മായുന്നു. മുഗൾ ചക്രവർത്തിമാരുടെ ഭരണകാലഘട്ടത്തിലെ പേരുകൾ അറിയപ്പെട്ടിരുന്ന 15ഓളം പ്രദേശങ്ങളുടെ പേരുകൾ മാറ്റാനുള്ള പദ്ധതി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പ്രഖ്യാപിച്ചു. ഏകീകൃത സിവിൽ കോഡും മതപരിവർത്തന വിരുദ്ധ നിയമങ്ങളും നടപ്പാക്കിയതിനെ തുടർന്നാണ് ഈ തീരുമാനം. ഇങ്ങനെ പേര് മാറ്റിയ സ്ഥലങ്ങളിൽ ഒരു നിയമസഭാ മണ്ഡലവും ഒരു മുനിസിപ്പൽ കൗൺസിലും ഉൾപ്പെടുന്നു. ഇനി ഏതൊക്കെ പ്രദേശങ്ങളുടെ പേരുകളാണ് ഇങ്ങനെ മാറ്റപ്പെടുന്നത് എന്ന് നോക്കാം. ഉത്തരാഖണ്ഡിലെ പ്രധാനമായും ഹരിദ്വാർ, ഡെറാഡൂൺ, നൈനിറ്റാൾ, ഉത്തം സിംഗ് നഗർ എന്നിവിടങ്ങളിലെ മുഗൾ കാലഘട്ടത്തിൽ ഇട്ട പേരുകളാണ് ഇങ്ങനെ മാറ്റുന്നത്. ഈ മാറ്റം പൊതുജനവികാരത്തെ മാനിച്ചും ഇന്ത്യൻ സംസ്കാരത്തിനും പൈതൃകത്തിനും അനുസൃതമായിട്ടുമാണ് ഈ തീരുമാനം എന്ന് മുഖ്യമന്ത്രി ധാമി കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം അനുസരിച്ച് ഹരിദ്വാർ ജില്ലയിലെ ഔറംഗസേബ്പൂർ നഗർ ഇനി ശിവാജി നഗർ എന്ന പേരിലും, ഗാസിവാലിയെ ആര്യനഗർ, ചാന്ദ്പൂർ ഇനി ജ്യോതിബ ഫൂൽ നഗർ, മുഹമ്മദ്പൂർ ജാട്ട് ഇനി മോഹൻപൂർ ജാട്ടായും, കാൻപൂർ കുർസാലിയെ അംബേദ്കർ നഗർ എന്നും, ഇന്ദ്രിഷ്പൂർ ഇനി നന്ദ്പൂരായും, ഖാൻപൂർ ഇനി ശ്രീകൃഷ്ണപൂരായും, അക്ബർപൂർ ഫസൽപൂർ ഇനി വിജയനഗർ എന്ന പേരിൽ അറിയപ്പെടും. ഇനി ഡെറാഡൂൺ ജില്ലയുടെ കാര്യമെടുത്താൽ മിയാൻവാല രാംജിവാല എന്നും, ഭിർവാല കേസരിവാല, ചാന്ദ്പൂർ ഖുർക്ക് പൃഥ്വിരാജ് നഗർ എന്നും, അബ്ദുള്ള നഗർ അധ്യക്ഷ് നഗർ എന്നും പുനഃനാമകരണം ചെയ്യപ്പെടും. ഇനി നൈനിറ്റാൾ ജില്ലയുടെ കാര്യമെടുത്താൽ നവാബി റോഡ് അടൽ മാർഗ് എന്നും, പഞ്ചക്കിയിൽ നിന്ന് ITIയിലേക്കുള്ള റോഡ് ഗുരു ഗോൾവാൾക്കർ മാർഗ് എന്നും മാറ്റപ്പെടും. കൂടാതെ ഉത്തം സിംഗ് നഗറിലെ സുൽത്താൻപൂർ പട്ടി മുനിസിപ്പാലിറ്റിയെ കൗസല്യപുരി എന്നും മാറ്റും. ധാമി തൻ്റെ പ്രഖ്യാപനത്തിൽ നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ സംരക്ഷണത്തിന് സംഭാവന നൽകാനും അതിനെ രൂപപ്പെടുത്താനും വേണ്ടി പരിശ്രമിച്ച മഹാന്മാരായ വ്യക്തികളെ ആദരിക്കാനും ഈ മാറ്റങ്ങൾ ജനങ്ങളെ പ്രചോദിപ്പിക്കും എന്നും കൂട്ടിച്ചേർത്തു. എന്നാൽ ഹരിദ്വാർ MP ത്രിവേന്ദ്ര സിംഗ് റാവത്തും സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ പ്രഖ്യാപനം എന്നത് ഇതിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. ഈ അടുത്ത് സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥരെക്കുറിച്ച് റാവത്ത് നടത്തിയ അധിക്ഷേപകരമായ പരാമർശം IASകാർക്കിടയിൽ വലിയ രോഷത്തിന് കാരണമാക്കിയിരുന്നു. റാവത്തിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിപക്ഷ കോൺഗ്രസ് പാർട്ടിയും രൂക്ഷമായി പ്രതികരിച്ചിരുന്നു. സിംഹം ഒരിക്കലും നായ്ക്കളെ വേട്ടയാടാറില്ല എന്ന റാവത്തിൻ്റെ പ്രസ്താവന ഉത്തരാഖണ്ഡിലെ IAS അസോസിയേഷൻ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് മെമ്മോറാണ്ടം സമർപ്പിക്കുന്നതിൽ വരെ എത്തിയിരുന്നു. ഉത്തരാഖണ്ഡിലെ അനധികൃത ഖനന നടത്തുന്നതിനെക്കുറിച്ചുള്ള പ്രസ്താവനകളാണ് വാക്കുതർക്കങ്ങളിലേക്കും പരസ്പരം ചെളിവാരി എറിയുന്നതിലേക്കുമൊക്കെ എത്തിച്ചത്. ഇതിനിടെ ഇങ്ങനെ സ്ഥലങ്ങളുടെ പേര് മാറ്റാനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങൾക്കെതിരെ കോൺഗ്രസ് പാർട്ടി മുഖ്യ വക്താവ് ഖരിമ ദസോണി പറഞ്ഞത്, പ്രദേശങ്ങളുടെ പേരുകൾ മാറ്റുന്നതിനു പകരം അവിടങ്ങളിലെ സാമൂഹിക ഐക്യം ഉറപ്പുവരുത്തുന്നതിനെക്കുറിച്ചാണ് സർക്കാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നാണ്. എന്തൊക്കെയായാലും മുഖ്യമന്ത്രി ധാമിയുടെ ഈ പ്രഖ്യാപനം വരും നാളുകളിൽ ഉത്തരാഖണ്ഡിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.